വിഖ്യാത നോവൽ പാവങ്ങളുടെ ആദ്യ നാടകാവിഷ്കാരം ആസ്വാദക ഹൃദയങ്ങൾക്ക് അവിസ്മരണീയ അനുഭവമായി. ലേ മിസറബിൾ വിവർത്തനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് പുന്നയൂർക്കുളം കമല സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് നാടകാവതരണവും ആഘോഷവും ഒരുക്കിയത്. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ രചിച്ച വിശ്വവിഖ്യാതമായ ഫ്രഞ്ച് നോവലാണ് ലേ മിസറബിളെ. 1862 ഈ കൃതി പുറത്തിറങ്ങുന്നത്. പിന്നീട് 1863 അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്ന ചാൾസ് വിൽബോർ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ലെസ് മിസറബിൾസ് എന്ന പേരിൽ തർജ്ജമ ചെയ്തു. 1925 പാവങ്ങൾ എന്ന പേരിൽ ഈ കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അന്നുവരെ തുടർന്നു പോന്നിരുന്ന രചനാസങ്കല്പങ്ങളെയും സങ്കേതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു പാതയൊരുക്കുകയാണ് ഈ വിവർത്തന കൃതി ചെയ്തത്. സ്വാതന്ത്ര്യസമരവും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും സജീവമായിരുന്ന കേരളത്തിൽ പാവങ്ങൾ വിസ്മയകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. നോവലിന്റെ ദൃശ്യാഖ്യാനമാണ് അരങ്ങിലൂടെ എത്തിയത്. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നായി കണക്കാക്കുന്ന ആ സാഹിത്യരൂപം തൃശൂർ നാടകസംഘം രംഗാഞ്ജലിയാണ് അരങ്ങിലെത്തിച്ചത്. നോവലിനെ ആസ്പദമാക്കി 7ഓളം കലാകാരന്മാർ ചേർന്നാണ് നാരായണൻ മാസ്റ്റർ എഴുതിയ കവിതാലാപനത്തോടും OC മാത്യുവിന്റെ സംഗീതത്തോടും കൂടി കഥാപാത്രങ്ങളെ പകർന്നാടിയത്. നോവൽ വിവർത്തനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പിൽ 12ൽ പരം ചിത്രകലാകാരന്മാർ പങ്കെടുത്ത ലൈവ് ചിത്രരചനകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ പൊതുയോഗവും ഉച്ചയ്ക്ക് സെമിനാറും നടന്നു.